ഇത് ഊട്ടിയിലെ ടോയ് ട്രെയിൻ ഉണ്ടോ. ഇവിടുന്ന് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. വലിയവർക്ക് 60 രൂപയും ചെറിയവർക്ക് 40 രൂപയും. ഞങ്ങൾ ഒന്ന് കയറാമെന്ന് വെച്ച് വന്നായിരുന്നു. അത് നിറഞ്ഞ് ഫുള്ളായി, സീറ്റ് ഫുള്ളായി. ഉണ്ടോ അതിൻ്റെ എൻജിനാണ് കാണുന്നത്. അപ്പുറത്ത് കണ്ട ആന പോലൊരു ഗുഹ പോലെ കണ്ട കഴിച്ചാൽ അതിനകത്തൂടെ പോകും. നേരത്തെ ഞാനത് കയറിയിട്ടുള്ളതാണ്. വെറുതെ ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ തരാനായിട്ട് ഒരു ഷോട്ട് ഇട്ടെന്നേ ഉള്ളൂ. പുറപ്പെടുന്നതും കൂടെ കാണിക്കാം. ആണ്ടോ ട്രെയിൻ സ്റ്റാർട്ടാക്കി അത് പുറപ്പെടുക. ആൾ നിറയാൻ നോക്കിയിരിക്കുമായിരുന്നു. ഡീസൽ എഞ്ചിനാണ് തോന്നുന്നു, ചെറിയൊരു എഞ്ചിൻ. അടുത്ത ട്രിപ്പിനേക്ക് ടിക്കറ്റ് എടുത്തിരിക്കാമെന്ന് വിചാരിക്കും. പോയിട്ട് തിരിച്ച് വരുന്നുണ്ട്. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് നിൽക്കുക. ഇനിയും അതേ കയറി അങ്ങോട്ടൊന്ന് പോയിട്ടേ വരത്തുള്ളൂ. ജസ്റ്റ് അതും കൂടെ ഒന്ന് കാണിക്കും. ട്രെയിനെ കയറി സീറ്റ് മേടിച്ചിട്ട് എന്നെ നോക്കി ഇരിച്ചു. കൊള്ളാം. ഞാനും ഉണ്ട്, വേറെ ആരുമില്ല എന്നെ പിടിക്കാൻ, അതുകൊണ്ട്. അങ്ങനെ വീണ്ടും ഇത് സ്റ്റാർട്ടാക്കി പുറപ്പെടുവാണ്. നമുക്ക് വഴിയോര കാഴ്ചകൾ കാണാം. ഇപ്പോൾ ഷോർട്ടായിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത്. ഇപ്പം ചെറിയ വീഡിയോ പോലെ വരുമെന്ന് എനിക്ക് തോന്നുന്നു. ടൈമിൻ്റെ അനുസരിച്ച് ചിലപ്പം വീഡിയോ ആക്കും. ആദ്യം ഞാൻ ഷോർട്ടെന്നായിരുന്നു ഇതിനകത്ത് പറഞ്ഞിരുന്നത്. നീങ്ങിയിട്ടുണ്ട്. കിടുക്കുമെന്നൊരു കുലുക്കമൊക്കെ ഉണ്ട്. എല്ലാം കൂടെ ഒടിഞ്ഞ് പറഞ്ഞ് വീഴുവോ. പിന്നെ നിർത്തി. പോട്ടെ. എന്നാന്ന് ഇനി ആൾ കയറാനുണ്ടോ? നിർത്തി നോക്കട്ടെ. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ വരുന്നവർക്ക് ഇവിടം വരെ വന്ന് നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. അതിനപ്പുറത്തോട്ട് അവർ പോകാൻ കണ്ടിരിക്കാൻ. ഇതുണ്ടോ, ഒരു ആനയുടെ പോലെ ഒരു ചെറിയ ഗുഹ. എടി ഗുഹയ്ക്കകത്ത് കയറുമ്പം കൂണ അങ്ങനെ പണ്ട് ട്രെയിനിൽ പോകുമ്പം കോട്ടയം വഴി. ഇപ്പം ആ ഗുഹയൊന്നുമില്ല, എന്നാലും ഗുഹയ്ക്കകത്ത് കയറുമ്പോൾ കൂന്ന് കൂവണം. ഇരുട്ട് വരുമ്പം കൂവണം. പണ്ട് തിയേറ്ററിൽ പോയാലും കറണ്ട് പോകുമ്പോൾ കൂവായിരുന്നു. അത് ഇപ്പോഴാണെങ്കിൽ നേരെ തിരിച്ചാ. കറണ്ട് പോയാൽ കൈയടിക്കും, കറണ്ട് വരുമ്പം കൂവും. ചുമ്മാ ഒരു ചെറിയ കാട്ടിനകത്തൂടെ പൈൻ ഫോറസ്റ്റിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ കുറച്ച് ദൂരം മുന്നോട്ട് പോകും, എന്നിട്ട് തിരിച്ചു വരും. ഡ്രൈവർ അവിടെ കിടന്ന് ഉറങ്ങുവാന്ന്. ഞങ്ങളുടെ തലയിൽ കൂടെ വല്ല കപ്പും കുത്തി കയറുമോ, ഇതിലോട്ട് തലയിടുകയും പറ്റില്ല. ഇതിപ്പോൾ ഒരു വീഡിയോയ്ക്ക് മാത്രം കാണുമെന്ന് തോന്നുന്നു. ഷോട്ടൊക്കെ ഇടാമെന്നൊക്കെ വിചാരിച്ചാൽ പിടിച്ച് ഇതെല്ലാം കൂടെ കാണിച്ച് വരുമ്പം കുറേ ഉണ്ട്. എന്നാൽ പിന്നെ ചെറിയ വീഡിയോ ആയിട്ട് പോകട്ടെ അല്ലേ. ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ടാവുക. കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നു. അതുകൊണ്ട് തിരിച്ചു വിടുക. ഞങ്ങളുടെ ക്യാബിനകത്ത് ഞങ്ങൾ കൂടാതെ ഒരു 3-4 പേരുകളുണ്ട്. ബോട്ട് കൊണ്ടുവന്ന് തിരിച്ചുകൊണ്ട് പോകുന്ന സ്ഥലം വിടാം. നമ്മൾ ബോട്ടായി കയറിയാൽ ഇവിടെ വന്നാണ് അവർ തിരിഞ്ഞും പോകാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാഴ്ചകൾ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ എനിക്ക് കുറേ വീഡിയോ ഉണ്ട്. ഈ ഊട്ടിയിലെ കുറേ കാഴ്ചകൾ കാണിക്കുന്നുണ്ട്. പല വീഡിയോയും ഷോട്ടും ഒക്കെ ഉണ്ട്.